ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദീഖ്, കെ പി ബാപ്പു, ഷുക്കൂർ കിഴക്കിനിയകത്ത്, റൌഫ് എരഞ്ഞിക്കലകത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് വെട്ടത്ത് യാഹൂ തങ്ങളുടെ നേർച്ച ജനുവരിയിലാണെങ്കിലും ജനുവരി 5 or 6 ആയിരിക്കണം. അതാണ് അതിൽ പറയുന്നത്. ജനുവരിയിലാണ് നടക്കുന്നെങ്കിലും ഇവിടെ തീയതി കുറിക്കാൻ വേണ്ടി നടത്തിയ ചടങ്ങാണ്. അതാണ് നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ കാര്യം അവസാനം പറയാം. പിന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ആദർശേരി ഹക്കീം ഫൈസി, അദ്ദേഹത്തിന് പറഞ്ഞ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സമസ്തയെ ശുദ്ധീകരിക്കുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സമസ്തയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ മറുപടി അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് പല കമ്പനിക്ക് പരസ്യം കണ്ടില്ലേ. ഇപ്പൊ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാ പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിന്റെ കോണ്ടാക്ട് തന്നളിയുന്നു, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കളി. അപ്പൊ പുറത്തൊരു കമ്പനിക്ക് ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പൊ ഉദ്ദേശിക്കണില്ല. അപ്പൊ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. അപ്പൊ അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പൊ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ടും അതിനെപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടെന്ന്. അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കി അവരായിട്ട് എഗ്രിമെന്റ് ചെയ്തോളി, ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടി എഗ്രിമെന്റ് വാങ്ങിക്കൊണ്ട് ആരും വരണ്ട. ബഹുമാനമുള്ളവരെ, ഇവിടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ മറുപടി നന്നായിരുന്നു. പിന്നെ ഇവിടെ സമസ്ത മുഷാവറയെ മാത്രം ശുദ്ധീകരിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയാസമുള്ള കാര്യം ഒന്നുമല്ല. അവിടെ നിങ്ങൾക്ക് ആരാണോ ആവശ്യമില്ലാത്തത്, ആദർശേരി ആണെങ്കിൽ ആദർശേരി, മുക്കം ഫൈസി ആണെങ്കിൽ മുക്കം ഫൈസി, ആരാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത്, ആരാണ് അവിടെ സമസ്തയിൽ ഇടങ്ങേറുണ്ടാക്കുന്നത്, അവരെ തെറിപ്പിച്ചും കൊണ്ട് അവിടെ നിന്ന് എടുത്തും കൊണ്ട് നിങ്ങൾക്ക് അതിന് ക്ലിയറായ ഒരു മുഷാവറ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് ചെയ്യാം. അത് വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയൊരു അസമാധാനം മാത്രമുണ്ടാക്കും. പിന്നെ ഞാൻ ആദ്യം കാണിച്ചതുണ്ടല്ലോ, ആ ചെണ്ട, മദ്ദള, വാദ്യങ്ങൾ, ആനകൾ വരുന്നത്, ഇതെല്ലാം കാര്യങ്ങളും ഇതും സമസ്തയിൽപ്പെട്ടതാണ്. AP സമസ്തയിൽപ്പെട്ടവരാണോ EK സമസ്തയിൽപ്പെട്ടവരാണോ എന്നറിയില്ല. എങ്കിലും 2 സമസ്തയിൽപ്പെട്ട പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇതാണ് ശുദ്ധീകരിക്കേണ്ടത്. നല്ലപോലെ ചിന്തിക്കണം, ആരും വിഷമിച്ച് കാര്യമില്ല, നല്ലപോലെ ചിന്തിക്കണം. ഇതാണ് നിങ്ങളുടെ സമസ്തയുടെ ഉത്തരവാദിത്വം. വെറും മദ്രസ പഠിപ്പിക്കൽ, സ്ഥാപനം ഉണ്ടാക്കൽ മാത്രമല്ല, ജനങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള സമസ്തയാണത്. സമസ്ത എന്ന് രൂപീകരിച്ചത് തന്നെ അതിനാണ്. സമസ്ത രൂപീകരിച്ചത് മാലകളെ സംരക്ഷിക്കാനാണ്. ബദർമാല ഇതുപോലെയുള്ള മാലകളും മൗലിദുകളും സംരക്ഷിക്കാനാണ്. അതിന് മുജാഹിദുകാർ അതിന് ഇടങ്ങേറുണ്ടാക്കുന്നുണ്ട്, അതിനെ പാടില്ല എന്ന് പറയുന്നു, ചെയ്യരുത് എന്ന് പറയുന്നു, അത് കുഫ്രിയത്താണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊരാൾ പറയുന്നതും കേട്ട്. ഏതായാലും നമുക്ക് ദീന് വന്നത് അത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിൽപ്പെട്ട ഇസ്ലാമിൽപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. ഈ മുസ്ലിമീങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലത്തിലുള്ള ഈ സമസ്ത മുഷാവറ സമസ്ത നേതൃത്വമാണ്. ആ നേതൃത്വം നേരെ ആകണമെങ്കിൽ ആ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളത്
അത് നിർവഹിക്കണമെങ്കിൽ, ആ നേതൃത്വം നിങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇവിടുത്തെ സാധാരണ ആൾക്കാരുടെ വിശ്വാസങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന കാര്യങ്ങൾ, വാദ്യങ്ങളും മേളങ്ങളും പണ്ട് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ്, പണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, ഇതര സമുദായക്കാരുടെ കൂടി ഐക്യത്തിലും യോജിപ്പിലും ഉണ്ടായിരുന്നു. അക്കാലത്ത് അവരുടെ ജാത്ര ഉത്സവങ്ങളിൽ നമ്മുടെ ജാത്ര ഉത്സവങ്ങളിൽ അവരും ഇങ്ങനെ ചേർന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഇതിനെ ശുദ്ധീകരിക്കേണ്ടതില്ലേ എന്നാണ് ഒരു ചോദ്യം. അത് ഇസ്ലാമിൽ പെട്ടതാണോ എന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സമസ്ത, അത് സ്വർഗം നരകം ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലെയുള്ള ചെണ്ട, വാദ്യ, മദ്ദളം, ആന എല്ലാം കൊണ്ടുവന്ന് എല്ലാ പള്ളികളിലും ചെയ്യണമെന്ന് നിങ്ങൾ ഇത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രഭാഷണം നടത്തേണ്ടി വരും, ഇത് ചെയ്യിപ്പിക്കണം. അതല്ലെങ്കിൽ എവിടെയെല്ലാം ഇത്ര കാര്യങ്ങൾ നടക്കുന്നുവോ അതിനെ ഇല്ലാണ്ടാക്കണം. അപ്പോഴാണ് സമസ്ത അല്ല, ഇസ്ലാം തന്നെ നിങ്ങളുടെ വ്യാപ്തിയിലേക്ക്, നിങ്ങൾക്ക് എവിടെയാണ് എത്രയാണ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അത്ര ശുദ്ധിയാകും. അല്ലേ? ചിന്തിച്ചു നോക്കൂ, വലിയ ആൾക്കാർ ചിന്തിച്ചു നോക്കൂ. ഉലമാക്കളും എല്ലാം ചിന്തിച്ചു നോക്കൂ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ദീനി നേതൃത്വമുള്ള ഉമറാക്കളുണ്ട്, അതുപോലെ തങ്ങന്മാരുണ്ട്. പാലക്കാട് തങ്ങന്മാരെ പോലെയുള്ള വലിയ തങ്ങന്മാരുണ്ട്. അതുപോലെയുള്ള എത്ര അല്ലറ ചില്ലറ ആൾക്കാരെ വിടാം, യൂട്യൂബിൽ മാത്രം വരുമാനം ഉണ്ടാക്കുന്ന അവരെയും വിടാം. സമസ്ത നേതൃത്വം എന്ന് പറയുന്ന 2, 3, 4 സമസ്തകളിലുമുള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിർത്തണോ അതല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് എല്ലായിടത്തും ഇത് ചെയ്യാൻ പറയണോ? രണ്ടിലൊന്ന് നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ഈ മുഷാവറ മാത്രമല്ല, നിങ്ങളുടെ സമസ്ത മാത്രമല്ല, ഇസ്ലാം തന്നെ ശുദ്ധിയാകുന്നത്. ഒന്നെങ്കിൽ അതാണ് ശരി എന്ന് പറഞ്ഞ് അത് മാത്രം ചെയ്യാൻ പറയൂ. അതല്ലെങ്കിൽ അത് പാടില്ല, എത്ര സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത് അതിനെ നീക്കം ചെയ്യണം, അതിനെ ഇല്ലാണ്ടാക്കണം. ഇത് അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പെട്ട കാര്യമേ അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിനെ ഗൗരവമായി പറയാനുള്ള കാരണം. ബഹുമാനപ്പെട്ട ജിഫ്രി പുത്തുക്കോയ തങ്ങളാകട്ടെ, ബഹുമാനപ്പെട്ട AP ഉസ്താദാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് 2 സമസ്തയിലുള്ള ഉലമാക്കളാകട്ടെ, എല്ലാവരും ചിന്തിച്ച് ഈ കാര്യത്തെ ഒന്ന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം. ആ ചെണ്ട, വാദ്യ, മദ്ദളം ഇതെല്ലാം ഉത്സവ പറമ്പിലാണ് നടക്കുന്നത്. ജാത്ര എന്ന് പറയുന്നില്ല, അതാണ് നമ്മുടെ നാട്ടിൽ ജാത്ര എന്ന് പറയുന്നു. അമ്പല ജാത്രങ്ങൾ അവിടെ അവർ നടത്തട്ടെ, അതവരുടെ രീതിയാണ്. അതിനെ നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് നേതൃത്വത്തിൽപ്പെട്ട ഉയർച്ചയിലുള്ള വലിയ പണ്ഡിതന്മാർ ഇതിനെ പറയാൻ തുടങ്ങണം. ഇതാണ് ശരി, ഇതെന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിനെ നിസ്കരിക്കേണ്ടതില്ല, അള്ളാഹു നിസ്കരിച്ചാലും ഇത് ചെയ്യണം, നിസ്കരിച്ചില്ലെങ്കിലും ഇത് ചെയ്യണം, ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ഇതിനെ നിരോധിക്കണം. ഇതിനെ ഉറപ്പായും ഫുള്ളായി ഇതിനെ നിർത്തേണ്ടതാണ്. ഇതിൽ സമസ്തയിൽപ്പെട്ടവരല്ല ഇതിലിവിടെ പോയി ചെയ്യുന്നത്. ചെണ്ട, മദ്ദളങ്ങളും വാദ്യങ്ങളും എല്ലാം അവിടെ ആരാണ്? അത് മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിലും ഇതിനെ ചെയ്യിപ്പിക്കുന്ന നേതൃത്വം മുസ്ലിമീങ്ങളാണ്, മുസ്ലിം പള്ളിയിലാണ്, നമസ്കരിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിനെ നിർത്തണമെന്ന് പറയുന്നത്. അത് നമസ്കരിക്കാത്ത ഏതെങ്കിലും ഒരു പള്ളി അല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ആണെങ്കിലും അതിനെ വേണമെങ്കിലും നമ്മൾ തള്ളിവിടാമായിരുന്നു. അതിന് ചേർത്ത് ഈ മഖ്ബറ, ഒരാൾ മരണപ്പെട്ടാൽ അതിനെ കെട്ടി പൊക്കി അതിന് ചേർത്ത് പള്ളിയും ഉൾപ്പെടുത്തി പള്ളിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്ന് അവിടെ സിയാറത്ത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി അവിടെ ചെണ്ടയും വാദ്യവും മദ്ദളങ്ങളും എല്ലാം ചെയ്ത് ഇതാണോ ശുദ്ധീകരിക്കേണ്ടത്? അതല്ല നിങ്ങളുടെ സമസ്തയാണോ? സമസ്തയിലാണെങ്കിൽ മുഷാവറയിൽ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. ഇത് വലിയ കാര്യമാണ്. ഇതിനെ ഏറ്റെടുത്ത് ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നടന്നത് കേരളത്തിൽ ആദ്യമായി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നേർച്ച എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഉച്ചയോടെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള PC ഹരിദാസ് പരമ്പരാഗത രീതിയിൽ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് നേർച്ചക്കൊടി കൈമാറി.
സാധാരണഗതിയിൽ 10ഓളം ആനകളും ബാൻഡ് മേളവും ശിങ്കാരിമേളവും ചീനിമുട്ട് കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെയാണ് പരിപാടികൾ നടക്കാറ്. കോവിഡ് പശ്ചാത്തലത്തിൽ കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ ചെയ്യുവാനും മറ്റും പ്രത്യേകം ദിവസം നിശ്ചയിച്ചു പോന്നു. ഇതാണ് പിന്നീട് പുതിയങ്ങാടി നേർച്ച എന്ന പേരിൽ രൂപപ്പെട്ടത്. ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നേർച്ച ഒരിക്കലും മതപരമായ ചടങ്ങല്ല. ഹിജ്റ 1266 സഫർ 22 ബുധനാഴ്ച പുതിയങ്ങാടി വിസ്ഡം കോളേജിന് പുറകുവശം വലിയ ഒരു കല്ലിന് സമീപം വെച്ച് മഹാനവറുകൾ വഫാത്തായി. പല മഹാന്മാരുടെ പേരിലും 2 ദർഗകളുള്ളതുപോലെ യാഹൂദങ്ങളുടെ പേരിലും 2 ദർഗകൾ ഉണ്ട്. വർഷാവർഷം സഫർ 22 മഹാനുഭാവന്റെ പേരിൽ വലിയ മൗലിദ് സദസ്സും മറ്റും നടക്കുകയും അസറിനു ശേഷം മഹാനവറുകളുടെ ഇഷ്ടഭക്ഷണമായ പുട്ടും കറിയും വിതരണം ചെയ്യുകയും ചെയ്യാറുമുണ്ട്. നിരവധി കറാമത്തുകൾ കൊണ്ടും